ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റ്. അപ്പോൾ എല്ലാവരും മാത്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ മാത്സിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താ? ഷേപ്സ് ഇൻ ദ കിച്ചൺ അല്ലേ? അപ്പോൾ ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളം മീഡിയം കൂട്ടുകാരുടെ ക്ലാസ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ചാപ്റ്ററിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അതായത് ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്നുള്ള ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്ക് 35 മാർക്കിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കിയാലോ? എത്ര പ്രവർത്തനം, എത്ര ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് നോക്കിയാലോ? നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്സ് മാത്രമല്ല നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും, ഇംഗ്ലീഷ്, മലയാളം, അതോടൊപ്പം തന്നെ മാത്സ്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും, എല്ലാ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സുകളും, യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ ക്ലാസ് ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾക്ക് ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ടോപ്പേഴ്സ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 1 എന്താ നമുക്ക് നോക്കിയാലോ? ഇവിടെ കുറച്ച് ഷേപ്പ്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ഷേപ്സിൻ്റെ കിച്ചൺ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്? ഷേപ്സിനെ കുറിച്ചാണ് അല്ലേ? രൂപങ്ങളെ, അതായത് ഷേപ്പ് എന്ന് വെച്ചാൽ ഏതൊക്കെ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? റെക്റ്റാങ്കിൾ. ചിത്രം നോക്കിക്കേ, ഈ 3 ചിത്രങ്ങളെ കുറിച്ച് പറയാം. ആദ്യം കാണുന്ന ചിത്രമാണ് റെക്റ്റാങ്കിൾ, രണ്ടാമത്തേത് സർക്കിൾ, മൂന്നാമത്തേത് ട്രയാങ്കിൾ. അപ്പോൾ എന്താ ചോദ്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ടേബിളിന്റെ മേലെ കുറെ പാത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതിൽ ഏത് ഷേപ്പാണ് കൂടുതൽ? വിച്ച് ഷേപ്പ് ഇസ് മോർ? കളർ ദ ഷേപ്പ്. റെക്റ്റാങ്കിൾ ആണോ, സർക്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ? അത് കളർ ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ് ഹൗ മെനി. ഇവിടെ ഈ ടേബിളിന് മേലെ എത്ര റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാത്രങ്ങളുണ്ട്? അത് എന്ത് ചെയ്യുക? എണ്ണം ആണ് ഇവിടെ എഴുതുന്നത്. കൗണ്ട് ചെയ്തിട്ട് നമ്പർ എഴുതുക റെക്റ്റാങ്കിളിനുള്ളിൽ. അതുപോലെ സർക്കിൾ രൂപത്തിലുള്ള എത്ര പാത്രങ്ങളുണ്ട്, ട്രയാങ്കിൾ രൂപത്തിലുള്ള എത്ര പാത്രങ്ങളുണ്ട്, കൗണ്ട് ചെയ്തിട്ട് എണ്ണം എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ പിക്ചർ വിത്ത് 2 ഷേപ്സ്. അതുപോലെ ഇവിടെ നമ്മൾ 3 ഷേപ്പ് പഠിച്ചു അല്ലേ? റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. ഇതിൽ ഏതെങ്കിലും 2 ഷേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മൊത്തം 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ അത്. എന്തെങ്കിലും സംശയം, നമുക്ക് ചോദ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും കമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 2 എന്താ? റൈറ്റ് ദ നെയിം ഓഫ് ദി ഷേപ്പ്. അതായത് ഷേപ്പ്, നമ്മൾ പഠിച്ച ഷേപ്സിന്റെ പേര് എഴുതാനാണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയണം. സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ പഠിക്കുക, പഠിച്ച ശേഷം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക, നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യത്തെ ഷേപ്പിന്റെ പേരെന്താ? സർക്കിൾ അല്ലേ? അടുത്തത് എന്താ? റെക്റ്റാങ്കിൾ. മൂന്നാമത്തെ എന്താ? ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? പേര് എഴുതാൻ അറിയണം. ഈ ഷേപ്സിന്റെ പേര് എഴുതാൻ അറിഞ്ഞിരിക്കണം. അടുത്തത് 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടത്. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം, എങ്ങനെ നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? വളരെ 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 ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരു പാറ്റേൺ തന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അതായത് വരച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം. ആദ്യത്തെ എന്താ? നമ്മുടെ റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അടുത്തത് വീണ്ടും റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അപ്പോൾ അടുത്തെന്ത് വരും? വീണ്ടും റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ അല്ലേ? അതേപോലെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള പാറ്റേണും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 10 മാർക്കിന്റെ ചോദ്യമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് കൗണ്ട്. ഇവിടെ 2 ഷേപ്പിൽ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്കും, രണ്ടാമത്തത് എന്താ? യെല്ലോ ബോൾസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഫസ്റ്റത്തെ ചോദ്യം എന്താ? ഹൗ മെനി റെക്റ്റാങ്കുലർ ബ്ലോക്സ്. ഇവിടെ എത്ര റെക്റ്റാങ്കുലർ ബ്ലോക്സ് എന്ന് വെച്ചാൽ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കട്ടകൾ എത്ര റെക്റ്റാങ്കുലർ ബ്ലോക്സ് ഉണ്ട് എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക. അടുത്ത ചോദ്യം എന്താ? ജോയിൻ 3 more blocks. അതായത് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്സിന്റെ കൂടെ 3 കട്ടകൾ കൂടി ചേർത്ത് വെച്ചാൽ നൗ ഹൗ മെനി റെക്റ്റാങ്കുലർ ബ്ലോക്സ്. ഇപ്പൊ എത്ര റെക്റ്റാങ്കുലർ ബ്ലോക്സ് ഉണ്ടാവും? അപ്പോൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ്. മുമ്പ് ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ ബ്ലോക്കിന്റെ കൂടെ 3 എണ്ണം കൂടെ ചേർത്ത് വെച്ചു, 3 എണ്ണം കൂടെ വരച്ച് ചേർക്കുക. അപ്പൊ മൊത്തം എത്ര റെക്റ്റാങ്കിൾ ബ്ലോക്സ് ഉണ്ട് അതാണ് എഴുതേണ്ടത്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? യെല്ലോ ബോൾസ് ആണ് എണ്ണി നോക്കേണ്ടത്. നെക്സ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി യെല്ലോ ബോൾസ്. എത്ര യെല്ലോ ബോൾസ് ഉണ്ട് ഇവിടെ എണ്ണി നോക്കുക. ആഡ് 4 more balls with it. നൗ ഹൗ മെനി യെല്ലോ ബോൾസ്. ഇതിന്റെ കൂടെ 4 യെല്ലോ ബോൾസ് കൂടെ ചേർത്ത് വെച്ചാൽ എത്ര ബോൾസ് ആയി എന്നുള്ളത് 4 യെല്ലോ ബോൾസ് കൂടെ വരച്ച് ചേർക്കുക. എന്നിട്ട് എണ്ണി നോക്കൂ എത്ര യെല്ലോ ബോൾസ് ഉണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായില്ലേ?
രണ്ടും കൗണ്ട് ചെയ്ത് എഴുതേണ്ടതാണ് അല്ലേ, കൗണ്ടും ആഡും ചെയ്ത് അഡീഷനും ചെയ്തിട്ട് എഴുതേണ്ടതാണ് നാലാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി 5 ഐ നോ. എന്തിനെ കുറിച്ച് എഴുതാൻ പറയുന്നത്? പെക്യുലാരിറ്റീസ് ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഷേപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഷേപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഷേപ്പിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇത് ഏത് ഷേപ്പാണെന്നാ പറഞ്ഞത്? റെക്റ്റാങ്കിൾ ഷേപ്പ്. ഇതേതാ? ട്രയാങ്കിൾ. ഇതേതാണ്? സർക്കിൾ. റെക്റ്റാങ്കിൾ ഷേപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? റെക്റ്റാങ്കിൾ ഷേപ്പിന് ഹൗ മെനി സൈഡ്സ്, എത്ര സൈഡ്സ് ഉണ്ട്? ഹൗ മെനി സൈഡ്സ്? 4 സൈഡ്സ് അല്ലേ, 4 സൈഡ് ഉണ്ട്. ഹൗ മെനി കോർണേഴ്സ്? കോർണർ എന്താ വെച്ചാൽ ഇതാണ് കോർണർ എന്ന് പറയുന്നത്. എത്ര കോർണർ ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട് അല്ലേ, 4 സൈഡ്സ് ഉണ്ട്, 4 കോർണേഴ്സ് ഉണ്ട്. പിന്നെന്താ അടുത്ത ഒരു പ്രത്യേകത, പെക്യുലാരിറ്റി? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഈ ഒരു വരയുടെ ഓപ്പോസിറ്റ് ആണ് ഇത് അല്ലേ. അതേപോലെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. അപ്പോൾ എന്താ പറയുക? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അടുത്ത ട്രയാങ്കിൾ ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ട്രയാങ്കിളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. 3 സൈഡ്സ് ഇല്ലേ? 1 2 3. എത്ര കോർണർ ഉണ്ട്? 1 2 3 കോർണർ ഉണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ? അല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ഇല്ല അല്ലേ. ഓൺലി എന്താണ് പറയുന്നത്? 3 സൈഡ്സ് ആണ് ഉള്ളത് അല്ലേ. അടുത്തത് നമ്മുടെ സർക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, സർക്കിളിന് സൈഡ് ഉണ്ടോ? നോ സൈഡ്സ് ഒന്നുമില്ല അല്ലേ. അതേപോലെ തന്നെ എന്തില്ല? കോർണർ ഇല്ല, കോർണേഴ്സും ഇല്ല. നമ്മുടെ സർക്കിളിന് സൈഡും കോർണറും ഇല്ല. അപ്പം അതേപോലെ നമ്മൾ ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ട് നമ്മുടെ റെക്റ്റാങ്കിളിനെ കുറിച്ചിട്ടും അതുപോലെ നമുക്ക് ട്രയാങ്കിളിനും സർക്കിളിനൊക്കെ. അപ്പം എന്ത് ചെയ്യാം? 3 പെക്യുലാരിറ്റീസ്, ആ ഷേപ്പിൻ്റെ ഓരോ ഷേപ്പിൻ്റെയും പെക്യുലാരിറ്റീസ് ആണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അതായത് റെക്റ്റാങ്കിളിലെ പെക്യുലാരിറ്റീസ് എഴുതുക, ട്രയാങ്കിളിലെ പെക്യുലാരിറ്റീസ് എഴുതുക, അതേപോലെ എന്തിൻ്റെ പെക്യുലാരിറ്റി? സർക്കിളിലെ പെക്യുലാരിറ്റീസും എഴുതുക. ഇതാണ് നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി. 5 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 5 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. നമ്മൾ മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് കിട്ടിയ ഉടനെ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, സോ ഉടനടി കിട്ടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? അതെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്താലാണ് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു കുഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതൊന്ന് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ ഇടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോസ് ഇടാനുള്ള സജഷൻസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.